കായംകുളത്തൊരു പള്ളിയിൽ പെട്ടെന്നൊരു നാൾ ചില ശവകുടീരങ്ങൾ പൊങ്ങി വന്നു. കുഴിമാടങ്ങളിൽ ചിലതിൽ നിന്ന് ചന്ദനത്തിന്റെ മണം വന്നു. വാർത്തയറിഞ്ഞ് ആയിരങ്ങളെത്തി. രോഗശാന്തി ഉണ്ടായെന്ന് ചിലർ സാക്ഷ്യം പറഞ്ഞു. മരിച്ചുപോയ ചിലർ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിച്ചു. അസംബന്ധമെന്നും അന്ധവിശ്വാസമെന്നും എഴുതിത്തള്ളാൻ വരട്ടെ, ആയിരങ്ങൾ സാക്ഷിയായ ഈ കഥയൊന്ന് നേരിൽ കാണും. കാട്ടുതീ പോലെ പടർന്നൊരു വാർത്തയുടെ പിന്നാമ്പുറം തേടിയാണ് ഞങ്ങൾ കായംകുളം മുഹീദ്ദീൻ പള്ളിയിലെത്തിയത്. ഞങ്ങൾ എത്തുമ്പോൾ പള്ളി പരിസരം ജനനിബിഡമായിരുന്നു. കണ്ടത് സ്വപ്നത്തിൽ കൂടിയാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്നത് കാണാം, ഇത് നേരിൽ വന്ന് കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ രാവിലെ വന്നതാണ്. ഏറെ ദൂരത്തു നിന്ന് എത്തിയവർ, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും, അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വാഹനങ്ങളുടെ തിരക്ക് മൂലം ഗതാഗതം പാടെ സ്തംഭിച്ചു. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. വന്നിങ്ങനെ നോക്കി ഞാൻ അഭിപ്രായങ്ങൾ ഇവിടെ നിന്നവരടുത്തൊക്കെ ചോദിച്ച് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ ആയതുകൊണ്ട് ഔലിയാക്കന്മാർ ഉണ്ട്, അല്ലെങ്കിൽ അവരൊരു എന്തും കാണിക്കത്തില്ല. ജനങ്ങൾ ഇത്രയും അറിഞ്ഞിട്ട് ഇവിടെ വരണമെങ്കിൽ അവരുടെ ഒരു എന്തും കാണുമല്ലോ, അത് വിശ്വസിക്കുന്നതാണ് ഞാൻ. വന്നവർ തിക്കിത്തിരക്കുന്നു. നേരത്തെ എത്തിയവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ചിലർ അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വെച്ചു. ചിലർ അല്ലാഹ് എന്ന് നീട്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസങ്ങൾ ഇതാക്കാൻ വേണ്ടി ഒരു പക്ഷേ അത്ഭുതം പ്രവർത്തിച്ചാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇനി എന്താണ് ഇത്ര അത്ഭുതമെന്നല്ലേ? മുഹീദ്ദീൻ പള്ളിക്ക് മുന്നിൽ പെട്ടെന്ന് ചില ഖബറിടങ്ങൾ പൊങ്ങി വന്നത്രേ. പുരാതന കാലത്തെ ലിഖിതങ്ങൾ വെച്ച മീസാൻ കല്ലുകൾ പാകിയ ചില ഖബറിടങ്ങൾ. അവിടെ ഖബർ വളർന്നുള്ള ഒരു ഇത് കിംബന്തി പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും. കഴിഞ്ഞ വെള്ളിയാഴ്ച കാർത്തികപ്പള്ളി പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഒരാൾ പറഞ്ഞു കായംകുളത്ത് പള്ളിയിൽ ഇങ്ങനെ കല്ല് പൊങ്ങിയായിട്ട് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ജനക്കൂട്ടമൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരിന്നുവരെ ഈ കല്ലുകൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഈ ഖബർസ്ഥാനിൽ ഇങ്ങനൊരു കല്ല് അവർ ഈ നാട്ടുകാരും കണ്ടതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് അത്ഭുതമായിട്ടാണ്, മഹാന്മാരുടെ മക്ബറകളാണെന്നാണ് ഇവിടെ വിശ്വാസം. ഈ കല്ല് ഇതുവരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഈ അസ്തുവിലൊക്കെ വന്ന് കിളക്കുകയും ഇവിടെയൊക്കെ വന്ന് കയറുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ കണ്ണി ഇതുവരെക്കും ഇവിടെ അടുത്ത സമയത്ത് ഒരു മരിപ്പ് നടന്നു കൊടുത്ത് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഞാനിവിടെ കിടന്നിട്ടുണ്ട്. കിടന്ന് ലൈറ്റൊക്കെ അയച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങളുടെ കണ്ണിൽ ഇതുവരെ കല്ല് പ്രതീക്ഷപ്പെട്ടിട്ടില്ല. പൊങ്ങിയ ഖബറുകൾക്ക് പുറമെ മറ്റു ചില ഖബറുകൾ കൂടി പുതുതായി പൊങ്ങി വരുന്നതായും ചിലർ കണ്ടുപിടിച്ചു. നോക്കി നിൽക്കെ ഖബറുകൾ വളർന്നു വരുന്നതായും അവകാശവാദങ്ങൾ ഉണ്ടായി. 3 ദിവസം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പൊങ്ങുമെന്നാണ് സ്വപ്നത്തിലൂടെ കണ്ടുവെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ആരെയോ കണ്ടു എന്ന് പറയുന്നു, മുസ്ലിയാക്കന്മാർ ആരാണ്ട് കണ്ടു എന്ന് പറയുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ഉസ്താദിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഉസ്താദ് സ്വപ്നത്തിലോ മറ്റോ കണ്ടതായിട്ടാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇങ്ങനെ തെക്ക് ഭാഗത്ത് എന്തോ മഹാന്മാരായ ആരോ അടങ്ങിയിട്ടുള്ളതായിട്ടും അവിടെ പോയി സിയാറത്ത് ചെയ്യണമായിട്ട് സ്വപ്നത്തിൽ കണ്ടതായിട്ടാണ് നമുക്ക് പറഞ്ഞു കേട്ടറിവുള്ളത്. ഇതിനൊക്കെ പുറമെ പൊങ്ങി വന്ന ഒരു ഖബറിൽ നിന്ന് ചന്ദനമണം വരുന്നതായും ചിലർക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇത് മണപ്പിക്കാൻ തിക്കും തിരക്കുമായി. ഞാനൊരു ഹിന്ദു എന്നതിൽ ഞാൻ അങ്ങോട്ട് മാറി നോക്കിയപ്പം വിശ്വാസവും എനിക്ക് എല്ലാത്തിനും എനിക്ക് വിശ്വാസമുള്ളവനാ. അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല കസ്തൂരിയുടെ മണം അടിക്കുന്നുണ്ട്. മീസാൻ കല്ലിന്റെ സ്വല്പം പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് മണക്കുമ്പോൾ ചെറിയ മണം അനുഭവപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. സാധാരണ കല്ലിൽ അങ്ങനെ മണക്കാറില്ലല്ലോ. തിരക്ക് രാത്രിയിലും തുടർന്നപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ ട്യൂബ് ലൈറ്റുകൾ പിടിപ്പിച്ചു. ഖബറിടങ്ങളെ കയർ കെട്ടി വേർതിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച 2 പേര് വന്ന് രാവിലെ വന്ന് ഇങ്ങനെ കണ്ടു. ഒരു അസറായപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ വന്നു തുടങ്ങി. ഇവിടെ ജനങ്ങളാണ്, ഇവിടെ ഒന്നും കൊള്ളാൻ മേത്ത ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ രാത്രി പിന്നെ ലൈറ്റുകളായി കാര്യങ്ങൾ. 3-4 ദിവസം ഞാനിവിടെ ഉണ്ട്. വാർത്തയറിഞ്ഞ് ദൂരയിടങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി. വന്നവർ പിന്നെയും വന്നു. ഞാൻ വെള്ളിയാഴ്ച മുതൽ ഇന്നും വരെ എല്ലാ ദിവസങ്ങളും ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. എന്താ അങ്ങനെ ഷമീർ എല്ലാ ദിവസവും കൃത്യമായി ഇങ്ങനെ വരാനുള്ള കാരണം? എനിക്കിതിൽ വിശ്വാസമുണ്ട്. ഖബർ സന്ദർശിക്കാനെത്തിയ ചിലർക്ക് രോഗശാന്തി ഉണ്ടായത്രേ. ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം ഇവിടെ വന്ന ഉടൻ
മാറുന്ന ഒരു മായാജാലം. ഇപ്പൊ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാല് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു തലവേദന വേഗം തന്നെ മാറി കിട്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ വന്നപ്പോഴല്ല, ഇങ്ങനെ ഈ ഒരു വാർത്ത ഇന്നലെ അറിഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ അടക്കപ്പെട്ട ആരെയിലാണോ അവർക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതിയിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ ആ തലവേദന എനിക്ക് മാറി. ഇനിയിപ്പോ ഈ വൈഫിന്റെ പ്രശ്നം പറഞ്ഞത് അതിന്റെ സത്യസ്ഥിതിയാണ്. കാര്യം ഞാൻ വർഷങ്ങളോളം വളരെ അനുഭവിക്കുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുന്ന ഈ തലവേദനയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരുപാട് മരുന്നുകളെ കഴിച്ച് അപ്പോൾ എല്ലാ ദിവസവും ഈ തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഈ പെയിൻ കില്ലർ കഴിച്ച് ഇങ്ങനെ അതിന് അടിമയായിട്ട് ഇങ്ങനെ പോവുക. തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചിരിക്കണം, പിന്നെ ഇല്ലെങ്കിൽ അന്ന് തലപ്പൊക്കില്ല. പക്ഷേ ഇത് ഇന്നലത്തെ ഈ വെളുപ്പാങ്കാലത്തുള്ള അനുഭവം എന്ന് പറഞ്ഞ തലവേദന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അറിയുന്നില്ല, വൈഫ് തന്നെ ഇരുന്നിട്ട് പിന്നെ ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. അതൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഥകളറിഞ്ഞ് പലരും പ്രാർത്ഥന തുടങ്ങി. ചിലർ ഭക്തി കൊണ്ട് കണ്ണീർ വാർത്തു, ചിലർ കറാമത്തെന്ന് വിശേഷിപ്പിച്ചു. അള്ളാഹുവിന്റെ ഒരു കറാമത്തായിട്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ അത്ഭുതങ്ങൾ കാണുകയല്ലേ വർഷങ്ങൾക്ക് മുമ്പ്. ശേഷം ഇപ്പോൾ 1103 ഇപ്പോൾ ഇവിടെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മീസാൻ കല്ലിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായി, 800 വർഷത്തിനൊക്കെ മുകളിൽ വരെയായി. അപ്പോൾ അത് ഇപ്പോൾ ഇത് ഭൂമിക്ക് മുകളിലേക്ക് ഈ ഇത്രയും പഴയുള്ള ഒരു മീസാൻ കല്ല് അതിൻ്റെ ആ റെക്കോർഡ് സഹിതം മേലോട്ട് പൊന്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ ആയതുകൊണ്ട് ഔലിയക്കന്മാർ ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇതൊരു എന്തും കാണിക്കത്തില്ല. ജനങ്ങൾ ഇത്രയും അറിഞ്ഞു കേട്ട് ഇവിടെ വന്നെങ്കിൽ അവരുടെ ഒരു എന്തും കാണുമല്ലോ. ഇതിനിടയിൽ ഇത് തട്ടിപ്പാണെന്നും പരക്കുന്ന കഥകൾ അസംബന്ധമാണെന്നും ചിലർ വാദിച്ചു. ഇത്തരക്കാരെ പുത്തൻ ആശയക്കാരെന്ന് വിശ്വാസികൾ തള്ളിപ്പറഞ്ഞതോടെ ജനം രണ്ട് വിഭാഗമായി. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു കാരണവശാലും ഇങ്ങനൊരു യാഥാർത്ഥ്യമുള്ളതായിട്ട് അംഗീകരിക്കാനൊക്കത്തില്ല. സമൂഹത്തിലുള്ള പുത്തനാശയക്കാർ അങ്ങനെ പലതും പറയുമല്ലോ. മുസ്ലിം സമുദായത്തിൽ പുത്തനാശയമായി വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് അവിശ്വസനീയമായി തോന്നിയേക്കാം. അത് നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിനകത്തൊന്നും ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഈമാൻ്റെ ഉറപ്പാണ് ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന്. അതിനാര് നിശ്ചയിച്ചാലും ഞങ്ങൾ അതിന് തർക്കം പറയാം. പിന്നെ പള്ളിമുറ്റാനെ കൊണ്ട് ഞാൻ അടുത്തൊന്നും പറയാതെ തുടങ്ങിയിരിക്കുന്നത്. എവിടെയാണ് വാസ്തവം? എന്താണ് യാഥാർത്ഥ്യം? ഞങ്ങൾ പിറകെ കൂടി. കായംകുളം മൊഹീദ്ദീൻ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാരികളായിരുന്ന സേട്ടുമാർ ദാനം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ പള്ളി പുരാതനമായി മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. സേട്ടുമാരുടേതാണത്രേ ഈ ഖബറുകൾ. 10 സെന്റ് വസ്തു അവിടെ അപ്പുറത്തുണ്ട് സേട്ടന്മാരുടെ. അവർ ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത് അവരുടെ ഈ ഖബർ മയ്യത്തടക്കുന്നതിന് വേണ്ടി മാത്രം. ആ ഖബർസ്ഥാനിൽ പിന്നീട് പിൽക്കാലത്ത് ആരുടെയെങ്കിലും ഖബറടക്കിയിരുന്നു? അത് അവരുടെ മാത്രം? അവരുടെ മാത്രം. അതിപ്പോ വർഷങ്ങളായി, ഇപ്പൊ നടക്കുന്നില്ല. അവരുടെ വർഷങ്ങളായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായംകുളത്ത് സേട്ടുമാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ അവരെ ഖബറടക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അവർക്ക് പ്രത്യേക ഖബർസ്ഥാന നമ്മളെ പാറ്റുകടവിലെ പള്ളിയുടെ ഭാഗത്ത് വന്നതോടുകൂടി അവരങ്ങോട്ട് ഖബറടക്കം മാറി. അപ്പോൾ 10, 300, 400 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഖബർസ്ഥാനം അവിടെ ഉണ്ടാകാം, ചരിത്രപരമായി അവിടെ ഉണ്ടാകാം. കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഖബറുകൾ. പള്ളിപ്പരിസരത്താകട്ടെ മറ്റൊരു ഖബറിടമുണ്ടാവുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചില ചെറുപ്പക്കാരെത്തി കാട് നീക്കുകയും ഖബറുകൾ കണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇത് അറബിയിൽ കൊത്തിയ, അതും ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കല്ലുകൾ ഇന്ന് വരെ കാണാത്തത് കൊണ്ട് അതിൽ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ തടിച്ചുകൂടുന്ന വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഈ ഖബറിടങ്ങളുടെ അവകാശികളായ സേട്ടുമാരെത്തി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെയും അവർ നിശിതമായി വിമർശിക്കുകയും ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ആൾക്കാർ ഞായറാഴ്ച അവരോട് വന്നിരുന്നു. വെള്ളിയാഴ്ച സംഭവം. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ വന്നില്ല. അവരുമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു. അവരെന്താ അഭിപ്രായമാണ് പറഞ്ഞത്? ഇതിനോട് അവരുടെ വാപ്പാള ഒരു ഇത് അവർ പറഞ്ഞു. അവരുടെ 3 ഖബറുകളുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ സ്ത്രീകൾ കയറുന്നു, മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതേസമയം ഇവിടത്തെ ഇമാം പറയുന്നത് മറ്റൊരു കഥയാണ്.
ഖബറിടങ്ങൾ പെട്ടെന്ന് പൊങ്ങി വന്നു എന്നത് വാസ്തവമല്ല. മറിച്ച് ഇവിടെ ഒരു മഹാന്റെ ഖബറിടമുണ്ട് എന്ന വസ്തുത ഈ പ്രദേശത്തെ 4 ചെറുപ്പക്കാർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. ഇവിടെ നാട്ടിലുള്ള 4 ചെറുപ്പക്കാരോളം എൻ്റെ അടുത്ത് വന്ന് ഈ റമദാന് ശേഷം അവർ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയുകയുണ്ടായി. അവര് ആ മാതലിന്റെ സമീപത്ത് വലിയൊരു ഖബറുള്ളതായി സ്വപ്നം കണ്ടു. അവിടെ കുറെ ആളുകൾ ദുആ ചെയ്യുന്നു, സിയാറത്ത് ചെയ്യുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കണ്ടവര് വന്നുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കി സിയാറത്ത് ചെയ്തത്. അല്ലാതെ ഒരു മഹാന്റെ ഖബർ പുതിയ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഖബർ പൊന്തുകയോ മീസാങ്കൽ ഉയരുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരമാണ്. അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇസ്ലാമിലെ ഒരാളുടെ സ്വപ്നത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പുരയിടത്തിൽ പഴയ മീസാൻ കല്ല് കൊണ്ടുവച്ചിട്ട് അവിടെ ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അല്ല ഒരിക്കലും. അപ്പൊ ഈ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അത് പ്രവാചകൻ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നാട് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക അടിത്തറ മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ കാര്യം ഇസ്ലാമിലില്ല. മുമ്പൊരിക്കൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു പണ്ഡിതനും സ്വപ്ന ദർശനം ഉണ്ടായി പോലും. അതനുസരിച്ച് ഇവിടെ എത്തിയ ആ പണ്ഡിതൻ ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി സംസാരിച്ചതായും ഇമാം അവകാശപ്പെടുന്നു. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന ദിക്റുകൾ, അതിൽ തടസ്സമുണ്ടായപ്പോ അദ്ദേഹം മഹാന്മാരുടെ മഖബറകളിലൂടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടിയത്, നിങ്ങൾ കായംകുളം മുഹിയുദ്ദീൻ പള്ളിയിൽ പോവുകയും അവിടെ പോയി സിയാറത്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു. ഇതൊക്കെ ഈ ഇഷ്യൂകളൊക്കെ ഉണ്ടാകുന്നതിന് കഴിഞ്ഞ ബലിപെരുന്നാളിന് ഇപ്പോൾ അടുത്ത ബലിപെരുന്നാളാകാനായി. അപ്പൊ അങ്ങനെ ആ സന്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 മണിക്കൂറോളം ഈ നാട്ടിലെ സലീം എന്ന് പറയുന്ന ഒരു സഹോദരനെ വിളിച്ച് 2 മണിക്കൂറോളം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആ തടസ്സം മാറിയതിന് ശേഷം അങ്ങനെ 2 മണിക്കൂറോളം ആ മഹാത്മാവുമായി സംസാരിച്ച് അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ നിങ്ങൾ ഇവിടെ കിടക്കുന്ന വിഷയം ഇവിടെയുള്ള വിശ്വാസികൾക്കൊക്കെ അറിയിച്ചു കൊടുത്താൽ അവര് വന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ആ മഹാൻ കിട്ടിയ മറുപടി സമയമായിട്ടില്ല എന്നായിരുന്നു. മരിച്ചുപോയ ഒരാൾ സ്വപ്നത്തിൽ സംസാരിച്ചാലും അത് ചെയ്തു കൊള്ളണമെന്നോ അത് പ്രചരിപ്പിച്ചു കൊള്ളണമെന്നോ അതിൽ സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുക ഇത് ഒരു പൊതുഭൂമിയാണ്. പൊതുഭൂമിയിൽ ഇങ്ങനെ ഒരാളുടെ സ്വപ്നത്തിന്റെ പേരിൽ മക്ബറകൾ കെട്ടിപ്പൊക്കി ദുരുപയോഗം പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. എന്നാൽ ഖബറിടങ്ങളിലെ മീസാൻ കല്ലുകൾ ഒരിക്കലും മണക്കാൻ ഇടയില്ലെന്ന് ഇമാമും പറയുന്നു. കല്ല് മണക്കുന്ന വിവരം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതാരോ അത്തർ പൂശിയതാണെന്നും ഇമാം അറിയിച്ചു. ചില മീസാങ്കല്ലുകളിൽ നിന്ന് ചന്ദനത്തിന്റെ മണം വരുന്നു, ചില അതാരെങ്കിലും പോയി അത്തറ് പുരട്ടിയതായിരിക്കും. അതിനപ്പുറം ഒന്നും പറയാനില്ല. മീസാങ്കല്ല് വെക്കൽ തന്നെ ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് അനഭിലഷണീയമാണ്, ചെയ്യാൻ പാടില്ലാത്ത. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ചെയ്യാതിരിക്കലാണ് ഉത്തമം. പിന്നെ ഇവിടെ വെക്കുക എന്ന് പറഞ്ഞ ഒരു കല്ല് വെക്കുന്നത് കൊണ്ട് കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണെന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആള് ആയിരക്കണക്കിന് രൂപ മുതലാക്കി മാർബിളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കല്ലുകളും ഒക്കെ വെച്ച് പേര് കൊത്തി വെക്കുകയാണ്. ഇത് ഇസ്ലാമികമായി നോക്കുമ്പോൾ അത് അനഭിലഷണീയമാണ്, ചെയ്യാൻ പാടില്ലാത്തൊരാൾ. ആ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ഒരു കല്ലിൽ നിന്നും മണം വരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, ഇസ്ലാമിക വിശ്വാസികൾ ഒരിക്കലും വിശ്വസിക്കില്ല. വസ്തുതകൾ എന്തു തന്നെയായാലും നാളെ ഇവിടെ വലിയ മക്ബറയും ജനസഞ്ചയവും ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ്. നാളെ ഇവിടെ ഒരു വലിയൊരു മക്ബറ അത്തരത്തിലുള്ള സാധനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ലേ? അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കണ്ട മഹാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഈ മഹാത്മാവുമായി സംസാരിച്ചു എന്ന് പറയുന്ന ആള്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആരിഫീങ്ങള് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ മനസ്സിലാവില്ല. നമുക്ക് കണ്ണുണ്ടെങ്കിലും ശരിയായ രൂപത്തിൽ യഥാർത്ഥം കാണാനുള്ള കണ്ണ് നമുക്കുണ്ടോ എന്നുള്ള വേറൊരു വിഷയമാണ്. അത് കിട്ടിയവരും അതുപോലെ കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ കഴിയുന്നവരുമായ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുണ്ട്. അപ്പൊ അവരത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ അത് പിന്നെ അതിനുള്ള ചാൻസ് ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേസമയം സമീപ പരിസരങ്ങളിലെ ഇമാമുമാർ
കായംകുളം മുഹീദ്ദീൻ പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങളെ അസംബന്ധമെന്ന് അടച്ചാക്ഷേപിക്കുന്നു. ഇത് ഒരു നിഗൂഢമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഭയക്കുന്നുണ്ടാണ് അതിന് പിന്നിൽ എന്ത് നിഗൂഢതയായിരിക്കും ഉണ്ടാവാൻ സാധ്യത? നിഗൂഢത എന്ന് പറഞ്ഞാൽ ഇത് കുറെ ആളുകളെ നമ്മൾ അവിടെ കണ്ടത്, ഇത് സംഭവം ഉണ്ടായതോടുകൂടി മണിക്കൂറുകൾക്കകം അവിടെ പോലീസ് വ്യൂഹം തന്നെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിയന്ത്രിച്ച് അവിടെയുള്ള മക്ബറയുടെ പരിശുദ്ധി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആ മക്ബറ മൊത്തം ചവിട്ടി വൃത്തികേടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുകയും വലിയ ലൈറ്റുകളൊക്കെ ഘടിപ്പിക്കുകയും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കി. ഇത് ഒരു നിഗൂഢതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം അറിയാത്തതിന്റെ പേരിൽ അത് സാമ്പത്തികമായ എന്തെങ്കിലും ഒരു മുതലെടുപ്പിന്റെ രീതിയാണ് എന്നാണ് അതിൽ നിന്നും അനുമാനിക്കപ്പെടുന്നത്. ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. തർക്കവിതർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും നൂറുകണക്കിന് ആളുകൾ കായംകുളം പള്ളിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കൂട്ടത്തിൽ ചിലർ പരമഭക്തർ, മറ്റു ചിലർ അസംബന്ധ നാടകം എന്ന് അടച്ചാക്ഷേപിക്കുന്നവർ. ഇരു കൂട്ടർക്കുമിടയിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജമാഅത്ത് കമ്മിറ്റി. ജമാഅത്ത് കമ്മിറ്റിക്ക് എല്ലാവർക്കും തന്നെ. കാരണം എന്ന് പറയുന്നത് ഈ വരുന്നവർ പറയുന്നത് ഇത് അവർ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെയും അതിന് ബന്ധപ്പെട്ടവർ ഇന്നലെയും വന്നിരുന്നു. അവരതിനെന്ത് നടപടി എടുക്കുന്നുള്ളതില്ല അവർ പോയിരിക്കുന്നത്. ഇല്ല, ഒരു വിഭാഗം പറയുന്നത് അല്ല ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് രണ്ടിന്റെ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ നിൽക്കും. ബേപ്പൂരിന്റെ സുൽത്താൻ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഞങ്ങൾ കടമെടുത്തോട്ടെ. യാ അല്ലാഹ്, നീയാണ് വലിയവൻ. സത്യം തന്നെ ഇവരെ അറിയിച്ചു കൊടുത്താൽ. മഹാത്മാക്കൾ ആരും തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഖബറിനെ നിങ്ങൾ തൊട്ടുമുട്ടിക്കോളൂ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിച്ചോളൂ, എന്റെ ഖബറിനെ നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞാൻ നിങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മഹാത്മാക്കൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞത്? ഇവരാ പറഞ്ഞത്. മഹാത്മാക്കളുടെ പേരിൽ ഇവര് പറയാണ് നിങ്ങൾ അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്ന് ഒരു മഹാത്മാവും പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഈ രൂപത്തിൽ ഖബറുകൾ നിർമ്മിക്കപ്പെടുന്ന ദുരവസ്ഥ അല്ലേ? അങ്ങനെ നമ്മുടെ ഈ കായംകുളത്തോ നമുക്കറിയാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ ജീവിച്ചിരിക്കുന്ന സേട്ടുമാർ അവർ വളരെ വിഷമത്തോടെ പറയുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യുക? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഈ സമൂഹത്തോട്? എന്ത് തെറ്റാ ചെയ്തത്? ആ സേട്ടുമാർ, നൂർ സേട്ടിനെ പോലുള്ള ആളുകൾ അവരിന്നും കൊച്ചിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവര് പറയുന്നു, വളരെ വിഷമത്തോടെ പറയുകയാണ്, എന്താണ് ഈ ജനം ഇങ്ങനെ എന്നത്? നമുക്കറിയാം ഈ കായംകുളത്തുണ്ടായ അവസ്ഥ. നിങ്ങൾ അതിന്റെ സാഹചര്യം മനസ്സിലാക്കിയവരാണ്. ആ ഖബറിസ്ഥാൻ ഒരു പ്രദേശം നമ്മുടെ ഈ നാട്ടിൽ പഴയ കാലത്ത് വ്യാപാരത്തിന് വേണ്ടി വന്ന സേട്ടുമാർ അവര് ഖബറടക്കിയ സ്ഥലം, ആ സ്ഥലം പ്രത്യേകമായി അവർ വേർതിരിച്ച് അവരെ മാത്രം ഖബറടക്കാൻ വേണ്ടി മാറ്റിയിട്ടത്. അത് കുറച്ച് പുല്ല് പിടിച്ചപ്പോ അതുവരെ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമം, കയ്യേറാനുള്ള ശ്രമം. ഖബർ കയ്യേറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എസ്റ്റേറ്റ് കയ്യേറുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഖബറിൽ പോലും ഒരു മനുഷ്യന് കിടക്കാൻ പറ്റാത്ത അവസ്ഥ, അവിടെ വരെ കയ്യേറ്റം എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണ്. മക്കളുടെ മക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കില്ലാത്ത സ്നേഹം മറ്റുള്ളവർക്കുണ്ടാവുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. മക്കളും മക്കളുടെ മക്കളും അങ്ങനെ മക്കളുടെ മക്കളുടെ മക്കളുമൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ അവർക്കില്ലാത്ത സ്നേഹം മറ്റുള്ളവർക്കുണ്ടാകേണ്ട കാര്യം എന്താണ്? അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഹുബ് ഉണ്ടാവുക. അവിടെ ഒരാളുണ്ട്, നിങ്ങളുണ്ട്, അവിടെ ഇങ്ങനെ കല്ലുണ്ട്. എന്താ പ്രത്യേകത? ആ കല്ലിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 100-400 കൊല്ലമായിട്ടേ ഉള്ളൂ ഖബറടക്കാൻ തുടങ്ങിയിട്ട്. 100-400 കൊല്ലത്തെ പഴക്കുണ്ടാവും. അങ്ങനെ ഒരു കല്ല് കിട്ടി, ആ കല്ല് കിട്ടിയാൽ മതി, പിന്നെ അതിന്റെ പിന്നാലെ പായണമെന്നാണോ? മന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോ മക്കളുടെ മക്കൾക്കില്ലാത്ത അല്ലെങ്കിൽ പേരക്കുട്ടികൾക്കില്ലാത്ത ഹുബ് ഒരു ഖബറിനോട് പ്രത്യേകം ചില ആളുകൾക്ക് ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. നാടൊട്ടാകെ പറഞ്ഞു കായംകുളത്ത് ഖബർ പൊങ്ങിയതാണ്, കായംകുളത്ത് ഖബർ പൊങ്ങിയതാണ്. പലയിടത്തും അങ്ങനെ ഖബർ ഇങ്ങനെ പൊങ്ങാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നാടൊട്ടാകെ വാർത്തയായി. അന്വേഷിച്ച ആളുകൾ വന്നു, അങ്ങനെ ഖബർ പൊങ്ങുന്നുണ്ടെങ്കിൽ അത് കാണണമല്ലോ എന്ന് അന്വേഷിച്ച ആളുകൾ ഓടിയെത്തി. അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നീട് പറഞ്ഞത് അത് പൊങ്ങിയതല്ല, അതവിടെ ഉള്ളത് തന്നെയാണ്. പൊങ്ങിയതല്ല, അവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ പൊങ്ങിയതല്ലാത്ത അവിടെയുള്ള ഖബർ, ഇതുവരെയും ഉണ്ടായിരുന്ന ഖബർ പെട്ടെന്ന് എന്ത് ഇപ്പോ ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ വാർത്തയായത്? അത് ചില ആളുകൾ സ്വപ്നം കണ്ടു എന്നാണ്.
പെട്ടെന്ന് സ്വപ്നം കണ്ടുവന്ന. അങ്ങനെയാണ് ഏത് കഥയുടെ പേരിലും സ്വപ്നം കാണുക. ഒരാളെ സാക്ഷിക്കൊണ്ടുവരണ്ട. എനിക്ക് എന്തൊക്കെ സ്വപ്നം കാണാം, നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നം കാണാം, വേറൊരാളെ സാക്ഷിക്കൊണ്ടുവരണ്ട. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ സ്വപ്നം കണ്ടു എന്നാണ്. കേട്ടോളൂ, സ്വപ്നത്തിന് ഒരു ബലമില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ചുരുക്കത്തിൽ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഷാഫി മദ്ഹബ്. അതിന്റെ തുടക്കത്തിൽ കാന്തപുരം ഒരു അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു സഹാബി സ്വപ്നം കണ്ടാൽ പോലും ദീനിൽ തെളിവല്ലാതാ. ഞാൻ പറയല്ല, ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ കാന്തപുരം മുസ്ലിയാർ എഴുതിയാണ്. എന്ത്? ഒരു സഹാബി സ്വപ്നം കണ്ടാൽ പോലും ദീനിൽ തെളിവല്ല. പിന്നെ നമ്മളെ പോലുള്ള ഈ ആളുകൾ, ഈ ജാഹിലുകൾ സ്വപ്നം കണ്ടാൽ പിന്നെ തെളിവാകും? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവര് സ്വപ്നം കണ്ടാൽ പോലും തെളിവല്ല എന്ന് പറയുമ്പോ, അപ്പൊ ബാങ്ക് സ്വപ്നം കണ്ടില്ലേ? ബാങ്ക് സ്വപ്നം കണ്ടു. ഒരു സഹാബി ബാങ്ക് വിളിക്കുന്നത് സ്വപ്നം കണ്ടതാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, റസൂലുള്ള അംഗീകരിച്ചപ്പോൾ മാത്രം ദീനായത്. ഒരാൾ സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ മാത്രം ദീനാവുകയില്ല. ഇത് വളരെ വ്യക്തമായി കാന്തപുരം മുസ്ലിയാർ വരെ സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോ ഒരു ഖബർ പൊങ്ങി വന്നു എന്ന് സ്വപ്നം കണ്ടു, 4 പേര് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അവിടെ സിയാർത്ത് ചെയ്യണമെന്ന് 4 പേര് സ്വപ്നം കണ്ടു. സിയാർത്ത് സ്വപ്നം കണ്ടില്ലെങ്കിലും ചെയ്യാ. ഒരാൾ സ്വപ്നം കാണണമെന്നുണ്ടോ സിയാർത്ത് ചെയ്യാൻ? ഉണ്ടോ? എന്റെ വാപ്പയുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ ഞാൻ സ്വപ്നം കാണണോ? എന്റെ വാപ്പ വലിയൊരു മഹാത്മാവാണ്, ഒന്ന് പോയി സിയാർത്ത് ചെയ്തേക്ക് എന്ന് സ്വപ്നം കാണണോ? വേണ്ട. എന്റെ ഉമ്മയുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ, എന്റെ സഹോദരങ്ങളുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ, ഏതൊരു വിശ്വാസിയുടെയും ഖബർ സിയാർത്ത് ചെയ്യാൻ ഒരിക്കലും ഒരു സ്വപ്നവും കാണേണ്ടതില്ല. നേരെ മറിച്ച് ഏതൊരാൾക്കും സിയാർത്ത് ചെയ്യാം. ഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകും, അതുപോലെ തന്നെ ഭൗതിക ലോകത്തോട് വിരക്തി ഉണ്ടാകും, മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാകും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് സിയാറത്തിന് സ്വപ്നം കണ്ടിട്ടില്ല. പിന്നെന്തിനാ? ഇയാള് മഹാത്മാവാണ്, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് 1 കൊല്ലത്തിന് മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്നാണ് വീണ്ടും മുസ്ലിയാരുടെ വിശദീകരണങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ ഏതോ മരിച്ച ആത്മാക്കളുമായി സംസാരിക്കുന്ന ഒരാളുണ്ടത്രേ. അയാള് മരിച്ച ആളുകളുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരം കിട്ടിയത് എന്നാണ് നമ്മുടെ മുസ്ലിയാർ പറയുന്നത്. കേട്ടോളൂ, അത് ഞാനിവിടെ മഹാത്മാവായിട്ട് തന്നെ ഉണ്ട്, ഇപ്പൊ സമയമായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ 350 കൊല്ലോ 400 കൊല്ലോ ഇവിടെ ഈ ഒരുപാട് വിശ്വാസികൾ ജീവിച്ചു മരിച്ചല്ലോ. അവർക്കൊന്നും ഈ സൗഭാഗ്യം വേണ്ടേ? ഈ സിയാറത്തിന്റെ കൂലി വേണ്ടേ? നമ്മുടെ ഉപ്പാപ്പ ജീവിച്ചല്ലോ, നമ്മുടെ ഉപ്പാപ്പ ജീവിച്ചല്ലോ, അവര് മരിച്ചുപോയി, ഈ ഖബർ ഇവിടെ ഉണ്ടാലും, എന്നിട്ട് അവർക്കൊന്നും ഇല്ലാത്ത കൂലി നമുക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. ഇപ്പൊ സമയമായിട്ടില്ല, സമയമാകാൻ പോണേ ഉള്ളൂ എന്ന്. അതെല്ലാം റെഡിയായി വരണല്ലോ. കുറേശ്ശെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ആ കൂടെ ചെറുപ്പക്കാരെ കൊണ്ട് സ്വപ്നമൊക്കെ കാണിച്ചു വരണല്ലോ. അപ്പൊ സമയം എടുക്കും. അപ്പൊ ഇപ്പൊ സമയമായിട്ടില്ല, കുറേശ്ശെ കഴിഞ്ഞിട്ട് പിന്നീട് ആവാം എന്നാണ്. മാന്യ സഹോദരങ്ങളെ, ഇതിനും വളരെ വ്യക്തമായി തന്നെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു കൊടുത്തു. ഇതൊരു മുതലെടുപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല, നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉസ്താദും കുറച്ച് ആളുകളും അതുപോലെ തന്നെ പുറത്തുനിന്ന് പിന്നെ കുറെ ആളുകൾ ഇറക്കുമതി ചെയ്യപ്പെടുക, അഭിപ്രായങ്ങൾ മുഴുവൻ അവര് പറയാ, ഇതിങ്ങനെ നൂറ്റാണ്ട് മുമ്പുള്ള കല്ലാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കല്ലാണ്, കായംകുളത്തുകാരല്ല, അല്ല, പുറത്തുനിന്ന് വന്നിട്ട് ഒരാൾ പറയേണ്ടി വരുന്ന ദുരവസ്ഥ ഇതൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത് ബോധപൂർവമുള്ള ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബോധപൂർവമുള്ള ഇടപെടൽ. ഇത് ചില മഹല്ലുകളിൽ കടന്നു കയറിയിട്ട് അവിടെ മുസ്ലിമീങ്ങൾ സ്വച്ഛന്തമായി ആചരിച്ചു വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അതിനൊരു ചൂഷണോപാധിയാക്കി മാറ്റി അതിനൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഒരു വലിയ കൊള്ളക്ക് വേണ്ടിയുള്ള തുടക്കമാണ് ഇത്തരത്തിലെ ചില ഒറ്റപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കായംകുളത്തൊരു പക്ഷേ അത് വിജയിച്ചിട്ടുണ്ടാവില്ല പൂർണ്ണമായി, അതിന്റെ ശരിയായ അർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ടാവൂല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെടുകയും ഇമാമുമാർ ഈ രൂപത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വിജയിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും ഈ രൂപത്തിൽ ഈ വിശ്വാസം ചൂഷണം ചെയ്യുന്ന അവസ്ഥ, ഈ ഈമാന്റെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞാൽ തീരുന്നതല്ല. ഇത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് നെയ്യപ്പം എന്ന് പറയുന്നതിലെ നെയ്യ് പോലെയല്ലാത്ത, മുതലക്കുളം എന്ന് പറയുമ്പോഴുള്ള കുളവും മുതലയുമല്ലാത്ത ആ രൂപം, അല്ലെങ്കിൽ ആ രൂപം മുതലയില്ലാത്ത കുളമില്ലാത്ത മുതലക്കുളം പോലെ, നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ ഉള്ള ചില അവസ്ഥയിൽ എത്തിച്ചേർന്ന ആളുകൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും. പക്ഷെ അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ത് എന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല, മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒറ്റപ്പെട്ട മേഖലയിൽ മാത്രമല്ല, കേരളാടിസ്ഥാനത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഈ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ആ തിരിച്ചറിയുന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി